നമ്മൾ നാട്ടിൽ പോവാണ് കേട്ടോ വീണ്ടും. ഇപ്പൊ ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നമ്മളൊരു 7-8 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നിട്ടുണ്ട്. ഓരോ പരിപാടി നമ്മൾ ഡൽഹിയിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരേ ഒരു പ്രാവശ്യം വരുള്ളൂ, സമ്മർ വെക്കേഷന് മാത്രമേ വരുള്ളൂ. ഒരു പരിപാടി ഉണ്ടാവില്ല ആ സമയത്ത്. ഇപ്പൊ ഇവിടെ ചെന്നൈ ആയതുകൊണ്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ നാട്ടിൽ പോകും. അപ്പൊ ഓണത്തിന് ഇപ്രാവശ്യം പോകാൻ പറ്റില്ല. ഓണത്തിന് ചേച്ചിയും കസിൻസ് ഒക്കെ ഇങ്ങോട്ട് വരില്ലേ ചെയ്തേ. അത് ഞങ്ങൾ ഓണത്തിന് പോവാഞ്ഞത് എന്താന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ടുള്ള ആഴ്ച അനിയന്റെ ഹൗസ് വാമിംഗ് ആണ് കോട്ടയത്ത്. തൃശ്ശൂരല്ല കേട്ടോ, കോട്ടയത്ത് അനിയന്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പൊ അത് കാരണമാണ് ഞങ്ങൾ ഓണത്തിന് പോവാഞ്ഞത്. അപ്പൊ ഇപ്പൊ പോണത് ഹൗസ് വാമിങ്ങിനാണ്. അപ്പോ അതുകൊണ്ട് എനിക്ക് എത്ര കണ്ട് വീഡിയോസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല. ഞാൻ ഓണത്തിന് തന്നെ ഒരുപാട് അടിപൊളി വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. കളിക്കണം, ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. ഒന്നും നടന്നില്ല. ആൾക്കാർ കൂടുമ്പോൾ നമുക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല, തിരക്കാവുമ്പോഴേ. അതാണ് കേട്ടോ. ഓണത്തിന് ഞാൻ വിചാരിച്ചൊന്നും നടന്നില്ല. പിന്നെ ഈ ഹൗസ് വാമിങ്ങിന് എന്തൊക്കെ നടക്കും എന്നുള്ളത് അറിയില്ല. കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പോൾ അടുത്ത പെട്ടി പാക്കിംഗ് ആണ്. ഇതെല്ലാം കൂടെ ഞാനിവിടെ കൊണ്ടിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ സാരി ഉടുക്കാന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ ഇത് പിള്ളേർക്ക് തയ്ച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇതിന്റെ ജോഡി ആയിരിക്കും ഇടുക, അല്ലെങ്കിൽ സാരി ആവും ഉടുക്കുക. പുതിയ സാരി ഞാനത് ഉടുത്തിട്ട് പോലുമില്ല. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരി, എനിക്ക് ഉടുക്കാനുള്ള സാരി, അങ്ങനെ കുറെ പാക്ക് ചെയ്യാനുണ്ട്. 2 ദിവസമായിട്ടാണ് ഫംഗ്ഷൻ ഉള്ളത്. ഒന്ന് പാലുകാച്ചിലും പിറ്റേ ദിവസം ഫംഗ്ഷനാണ് വെച്ചേക്കണേ. അപ്പൊ എന്തൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. പറ്റുന്ന തരത്തിൽ ഞാൻ കാണിച്ചു തരാം. വീടൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി വീടാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ വലിച്ചു വാരി ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒതുക്കട്ടെ. നാളെയാണ് നമ്മൾ പോണത്, ട്രെയിനാണ് പോണത്. കുറച്ചധികം ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ വണ്ടിക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ ട്രെയിനാണ്. മുന്നേ ബുക്ക് ചെയ്ത കാരണം ട്രെയിനാണ് പോണേ. അപ്പൊ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ എത്തി. 2 ദിവസം മുന്നേ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ തലേ ദിവസത്തെ വീഡിയോ ആണ്. തലേ ദിവസമാണല്ലോ കൂടുതൽ പണികൾ ഉണ്ടാവുക. തലേ ദിവസമാണ് ഫർണിച്ചേഴ്സ് ഒക്കെ എത്തിയത്. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് അവര്. ഇന്ന് പകല് ഫുൾ ടൈം എല്ലാവരും ഓട്ടപ്പാച്ചിലായിരുന്നു. അത് വാങ്ങാൻ ഇത് വാങ്ങാൻ, നാളെയാണല്ലോ പരിപാടികൾ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പിന്നെയും പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഓട്ടത്തിലായിരുന്നു. അങ്ങനെ എല്ലാ ഓട്ടപ്പാച്ചിലും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് എത്തി. കുറേ നാളത്തെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പോൾ ഇങ്ങനെ നല്ലൊരു വീട്. നാളെയാണ് അതിന്റെ പാലുകാച്ചിൽ. എല്ലാവരും അതിനുള്ള കാത്തിരിപ്പിലാണ്. അപ്പൊ ഞങ്ങൾ ലേഡീസ് ഗാങ് എല്ലാവരും കൂടി നാളെയാണ് ഗണപതി ഹോമം, മറ്റന്നാളാണ് ഫംഗ്ഷൻ വെച്ചേക്കുന്നത്. അപ്പൊ ഹോമത്തിനുള്ള തുളസിയും അതുപോലെ തെച്ചിയൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ്. അതിന്റെ കൂടെ കുറച്ച് കത്തിയടിക്കലും, ലേഡീസ് അങ്ങനെയാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഉറങ്ങിട്ടോ, നമ്മുടെ സ്വന്തം വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ദേ നമ്മൾ പിറ്റേന്നാണ് വരുന്നത്. 6 മണിക്കാണ് ഗണപതി ഹോമം ഉള്ളത് കേട്ടോ. അപ്പൊ അവര് നേരത്തെ എത്തിയായിരുന്നു, ഞങ്ങൾ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് എത്തിയത്. അപ്പൊ ഇതാണ് വീടിന്റെ ഫ്രണ്ട് വശം കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. ഉൾഭാഗം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് സൈഡ്. അപ്പൊ മാലയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുളസിയും മുല്ലപ്പൂവായിരുന്നു പൂജയുടെ ദിവസം. പിറ്റേ ദിവസം നമ്മൾ തുളസി മാറ്റിയിട്ട് ഓറഞ്ച് ജമന്തി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് അവരെന്നെ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇത് 1-2 പേര് ഇത് ഫിക്സ്ഡ് ആണോ എന്ന് ചോദിച്ചായിരുന്നു. ഈ ഉരുളി ഇങ്ങനെ നമ്മൾ പണിയിച്ചതാണോ? അതല്ല, ഇത് വെറും ഡെക്കറേഷൻ മാത്രമാണ് കേട്ടോ. അന്നത്തെ പരിപാടിക്ക് ഇനി നിങ്ങളും കൂടെ തെറ്റിദ്ധരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 1-2 പേര് ചോദിച്ചായിരുന്നു, അയ്യോ ഇതിങ്ങനെ ഇവിടെ കുളം സെറ്റപ്പ് ആണോ? അപ്പൊ ഞങ്ങൾ അങ്ങനെ 6 മണിക്ക് ഹോമത്തിന് വന്നു. അമ്മയൊക്കെ ആദ്യം വന്ന് പൂജ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുട്ടികളോടും കൂടിയിട്ട് വന്നിട്ടുള്ളത്. ഇവരെന്നെ 6 മണിക്കൊന്നും എണീറ്റ് പോരില്ലല്ലോ. ഇവരെ കുളിപ്പിച്ചൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഒരു 7 മണിക്ക് ആയിട്ടുണ്ട്. കുട്ടികൾക്ക് അങ്ങനെ ഹോമത്തിന് ഇരിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവിടെ നിറച്ച് പുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഹോമം നടക്കുന്നത് നിറച്ച് പുകയാവുമല്ലോ. അപ്പൊ അവരിങ്ങനെ ഡാൻസും പാട്ടൊക്കെ കളിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരും. ഞങ്ങൾ കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കും, പിന്നെ പുറത്തേക്ക് വരും. കണ്ണിന്നൊക്കെ ഇങ്ങനെ എരിഞ്ഞിട്ട് വലിയ സുഖമില്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ. അങ്ങനെ ഓരോരുത്തർ ഓരോ പണികളിലാണ്. ചേച്ചിയും ചേട്ടനും, ഇതാണ് ഞങ്ങളുടെ ചേച്ചിയും ചേട്ടനും കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, പിള്ളേർ അതിന് മുന്നിൽ കിടന്ന് തട്ടി കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവരിവിടെ പറ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഞാൻ ഈ ഫോണും കൊണ്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്റെ മുന്നിൽ നിന്ന് മാറില്ല. എല്ലാ വീഡിയോയുടെ മുന്നിൽ ഇവരുടെ തല കാണും. സത്യം പറഞ്ഞാൽ ഞാൻ കാര്യമായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ഫോട്ടോസ് ഒക്കെ അവർ എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. അതിന്റെ ഇടയിൽ ഇവരുടെ നാളെ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള പ്രാക്ടീസ് ആണ്. പാറുവിന് ഡാൻസ് കളിക്കാൻ ബ്ലൂ ബ്ലൗസ് കേട്ടോ, അവളാണ് ഇന്നത്തെ താരം. ഡാൻസ് ഒട്ടും ഇഷ്ടമില്ല. അപ്പൊ ഇവരക്കും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് സിമ്പിൾ സ്റ്റെപ്സ് ഒക്കെ ആക്കി കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിറ്റേ ദിവസം ഒരു ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടിട്ട് ഞാൻ അതൊക്കെ ഷോർട്സ് ആയിട്ട് കൊടുക്കാം, കോപ്പിറൈറ്റ് വരുമല്ലോ.
അതുകൊണ്ട് ഷോർട്സ് ആയിട്ട് ഇടാം. ഡാൻസ് ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. നാളെയാണ്. ഇന്ന് ഭയങ്കര റിഹേഴ്സലാണ്. ഞാനിവിടെ സ്റ്റെപ്പില് വരി വരിയായിട്ട് നിൽക്കും, നല്ല ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് നിർത്തുന്നതാണ് ഈ കാണുന്നത്. നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, കാണിക്കാം. അങ്ങനെ ദേ പൂജ കഴിയാറായി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആ ഉള്ളിൽ തന്നെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. പൂജാരി പറഞ്ഞായിരുന്നു എല്ലാവരും കൂടെ അകത്തേക്ക് വരാം. അപ്പൊ കുട്ടികളും എല്ലാവരും കൂടെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കണം. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു, പ്രസാദമൊക്കെ കൊടുത്ത് ഇനിയാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അപ്പൊ അത് തുടങ്ങണമല്ലോ. പാലുകാച്ചലിന് സമയം ഉണ്ടായിരുന്നു. അപ്പൊ 9 മണിക്ക് 9:45 സമയം. അപ്പൊ അതിനു മുന്നേ നമ്മൾ പ്രസാദമൊക്കെ കൊടുത്ത് സെറ്റായി. ഇനി നമ്മൾ പാലുകാച്ചലിനുള്ള ചടങ്ങാണ് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ മുന്നിൽ നിന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ വീടിന് ചുറ്റും വലം വെക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പൊ അത് കുടുംബനാഥം ഇങ്ങനെ വിളക്ക് കത്തിച്ച് ചുറ്റും ഇങ്ങനെ നടക്കണം. ഓരോരോ സാധനങ്ങളായിട്ട് എല്ലാരും വലം വെക്കണം കേട്ടോ. എന്തൊക്കെയോ ഉണ്ട്, സത്യത്തിൽ എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല. എന്റെ കയ്യില് നിറകുടായിരുന്നു, വെള്ളം നിറച്ചിട്ടുള്ള കലായിരുന്നു എൻ്റെ. വലിയ കല, കുഞ്ഞു കല നോക്കി എടുത്തതാ, പിടിക്കാൻ പാകത്തിന്. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഏട്ടൻ്റെ ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഒരു കൊട്ടയ്ക്കകത്ത് ഞാൻ തന്നെ ട്രോളിക്കൊണ്ട് നടക്കാറുണ്ട്. കൊട്ടയ്ക്കകത്ത് ഉപ്പ്, കർപ്പൂരം, അങ്ങനത്തെ പയറ്, കടല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അറിഞ്ഞൂടാ സത്യത്തിൽ എത്ര സാധനങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി വലം വെച്ച് ഒരു വലം അല്ലെങ്കിൽ 3 വലം അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ ഒന്നാണ്, ഒരു റൗണ്ടാണ് കഴിഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറുകയാണ്. അപ്പൊ ആശാരി, ഇതാണ് ഞങ്ങളുടെ ആശാരി. അപ്പൊ പുള്ളിയോട് നമ്മൾ അനുവാദം ചോദിച്ചിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. അപ്പൊ പുള്ളിയോട് കയറട്ടെ കയറട്ടെ ചോദിക്കുന്ന സീനാണത് കേട്ടോ. അങ്ങനെ ചോദിച്ചിട്ട് നമ്മളത് അകത്തോട്ട് കയറുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറിയിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി, പാല് കാച്ചൽ. അപ്പൊ അതിനുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഏട്ടൻ്റെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നായിരുന്നു. ആള് ഭയങ്കര പതുക്കെയാണ്. നിങ്ങളൊക്കെ നടന്നോ, ഞാൻ വന്നോളാം. ഏറ്റവും പതുക്കെയാണ് ആള് നടന്നിട്ട് വന്നത്. അങ്ങനെ ഞങ്ങള് ഉള്ളിൽ കയറി. അപ്പൊ ഇതാണ് അടുപ്പ് കേട്ടോ. അപ്പൊ അടുപ്പ് വെച്ചേക്കുന്നത് നമ്മള് നോർമൽ അടുപ്പിന്റെ മുകളില് ടൈല്, 2 ടൈല് വെച്ചിട്ടാണ്, അതിന്റെ മുകളിലാണ് അടുപ്പ് വെച്ചേക്കുന്നത്. ഫ്രണ്ടൊക്കെ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുള്ളി ആശാരി നമുക്ക് തീ കൊണ്ടുതരും. ആ തീയാണ് നമ്മൾ അടുപ്പ് കത്തിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും. നെയ്യും കർപ്പൂരം ഒക്കെ വെച്ചിട്ട് തീ കത്തിച്ചു തുടങ്ങും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കലം വെക്കുന്നത് കേട്ടോ. അപ്പം അമ്മ നല്ല വിറകൊക്കെ ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടുപ്പ് നമുക്ക് ഇങ്ങനത്തെ റെഡിമെയ്ഡ് അടുപ്പല്ലേ വെക്കാൻ പറ്റുള്ളൂ. അടുപ്പിന്റെ വിറകടുപ്പ് ഉള്ളിലില്ല, ഗ്യാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കാരണം നമ്മൾ ഇങ്ങനത്തെ അടുപ്പ് സെറ്റപ്പ് ചെയ്തിട്ടാണ് പാല് കാച്ചിയത് കേട്ടോ. എല്ലാവരും അങ്ങനെയായിരിക്കും, വിറകടുപ്പില്ലാത്തവർ ഇങ്ങനെ തന്നെ ആയിരിക്കും അടുപ്പ് വയ്ക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ദേ പാല് തിളച്ച് തൂവി. അങ്ങനെ പാല് എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സിലായിട്ട് വന്നവർക്ക് എല്ലാവർക്കും പാല് കൊടുത്തു. അധികം പേര് പാല് കാച്ചൽ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസമാണ് എല്ലാരും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കൂടുതൽ ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഫോട്ടോ ആണ് കൊടുക്കണേ. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് സാരിയൊക്കെ മാറാൻ വേണ്ടി ആദ്യം ഫോട്ടോ സെഷനൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി സാരിയൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ അടുത്ത പരിപാടികൾക്ക് കടന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ഫ്രണ്ട് ആദ്യം കാണിച്ചല്ലോ. അപ്പൊ കയറി വരുമ്പോ ഇങ്ങനെ ഒരു വിസിറ്റേഴ്സ് റൂം ആണ് കേട്ടോ. ഇവിടെയാണ് പൂജാ റൂം സെറ്റ് ചെയ്യുന്നത്. അത് മാത്രം, ആ പണി മാത്രം കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു പൂജാ റൂം കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗസ്റ്റ് റൂം ഫ്രണ്ടിലും, അത് കഴിഞ്ഞിട്ടാണ് ലിവിങ് ഏരിയയിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ വുഡ് കൊണ്ട് നല്ല ഇന്റീരിയർ ഡിസൈൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓവർ ആയിട്ടുള്ളതല്ല, മിനിമൽ ചെയ്തിട്ടാണ് വുഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വുഡ് വർക്ക് ആവുമ്പോഴും നമുക്ക് മടുപ്പായിരിക്കും. അപ്പൊ ഇവിടെ നല്ലൊരു പിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വാളില്. നമുക്ക് നീതുവിന്റെ ഐഡിയ ആണ് കേട്ടോ, അനിയത്തിയുടെ. ഒരു സൈഡില് ഡൈനിങ്ങും അതിന്റെ ഒരു സൈഡില് TV ഏരിയയും, പിന്നെ സൈഡിലായിട്ട് സ്റ്റെപ്പ് വരുന്നുണ്ട്, മുകളിലോട്ടുള്ള സ്റ്റെപ്പ്. അപ്പൊ പിള്ളേർക്കൊക്കെ ഡ്രസ്സൊക്കെ മാറിയപ്പോ പിന്നെ അവർക്ക് കളിക്കാനുള്ള എനർജി കൂടി. സ്കേർട്ട് ആവുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള കളിയൊന്നും നടക്കില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ കളിയും പരിപാടികളൊക്കെ. അപ്പൊ സ്റ്റെപ്പിന്റെ താഴെ തന്നെ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇവർ തന്നെയാണ് ചെയ്തത്, പുറത്തുനിന്നൊന്നും ആരെയും വിളിച്ചിട്ടല്ല, നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പൊ അതുപോലെ സൈഡിൽ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഡിസൈൻ, വുഡ് ഡിസൈൻ ഉണ്ട്. അപ്പൊ അതിലിപ്പോ ഫുൾ ലൈവ് പ്ലാന്റ്സ് ആണ്. നീതുവിന് ലൈവ് പ്ലാന്റ്സ് ആണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ വെച്ചേക്കുന്നത്. പ്ലാന്റ്സ് ഒന്നും അതുപോലെ ഇരിക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ മാറ്റി മറിച്ചൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. അതിപ്പോ ഫസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ. TV ഒക്കെ എല്ലാം ഇങ്ങനെ, ഇത് TV ഏരിയ ആണ് അതിന്റെ ഈ സൈഡില്. ഇവിടെ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ, ഇനി വേണം സെറ്റ് ചെയ്യണം. വയറൊക്കെ ഇപ്പൊ താഴെയാണ് കിടക്കുന്നത് ഫസ്റ്റ് ഡേയില്.
അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് കിടക്കുന്നത്, ഇവിടെ വാഷ് ഏരിയ ഉണ്ട്, അത് കഴിഞ്ഞ് നേരെ കിടക്കുന്നത് കിച്ചണിലോട്ടാണ് കേട്ടോ. അപ്പൊ കിച്ചണിൽ തന്നെ ഇതുകൊണ്ട് അമ്മ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ഫുള്ള് മെസ്സായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കിച്ചണിൽ തീം കൊടുത്തിട്ടുള്ളത് വൈറ്റും ഗ്രേയും ആണ് കേട്ടോ. അപ്പൊ ടൈല് കൊടുത്തേക്കുന്ന ഗ്രേ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ കബോർഡും ഗ്രേയും വൈറ്റും ഉള്ള തീമിലാണ് കൊടുത്തേക്കുന്നത്. കിച്ചണിൽ അതാണ് നല്ലത്, കാരണം അടിയിലൊക്കെ എപ്പോഴും അഴുക്ക് വരുമല്ലോ, അപ്പൊ ഗ്രേ കളർ തന്നെയാണ് നല്ലത്. പുറത്തൊരു വർക്ക് ഏരിയ മാതിരി ഉണ്ട് കേട്ടോ, അവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നതാണ് ഞാൻ അങ്ങോട്ട് കാണിക്കാത്ത. ഇനി ബെഡ്റൂമാണ് ഇത്. ഇവിടെയായിരുന്നു പൂജയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് എല്ലാ ബെഡ്റൂമും, ഫുൾ കബേർഡ് വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആവശ്യം കബേർഡാണ്. ഫുൾ കബേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ മുകളിലായിട്ടും കബേർഡൊക്കെ വെച്ചിട്ടുണ്ട് ബുക്സ് ഒക്കെ വെക്കാന്നുള്ളതിൽ. അങ്ങനെ 2 റൂമാണ് താഴെയുള്ളത്. ഇപ്പൊ നിറച്ച ആൾക്കാരുള്ള കാരണമാണ് ഞാൻ അങ്ങനെ റൂമിലേക്ക് കാര്യമായിട്ട് കയറാത്ത കേട്ടോ. മുകളിലും 2 റൂം തന്നെയാണ്, ഫുൾ അറ്റാച്ച്ഡ് ആണ് എല്ലാവരും. അപ്പൊ ഇത്രയാണ് വീട് കാണിക്കാനുള്ളത്. വേറെ ഏതെങ്കിലും ദിവസം നല്ല രീതിക്ക് വീഡിയോ കിട്ടുമോ നോക്കാം. അപ്പൊ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല, ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് മാത്രം കാണിച്ചിട്ട് പോവാ. നമ്മൾ കഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടതല്ലേ, അപ്പൊ ഫോട്ടോസ് മാത്രം കുറച്ച് കാണിക്കാം. പിള്ളേരുടെ ഡാൻസും അച്ഛന്മാരുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. പിള്ളേരുടെ ഡാൻസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ, കോപ്പിറൈറ്റ് വരില്ലേ. അപ്പന്മാരുടെ ഡാൻസ് ഒന്നും ഞാൻ എന്തായാലും കാണിക്കുന്നില്ല. അപ്പൊ ഇതോടെ നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ഹൗസ് വാമിങ് വ്ലോഗ് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.